Hello, good morning. Welcome to our financial derivatives class. Okay. So, ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് മാർക്കിംഗ് ടു മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല രീതിയിലുള്ള മാർജിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻ, ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റനൻസ് മാർജിൻ, വേരിയേഷൻ മാർജിൻ അല്ലേ, അങ്ങനെ 3 ടൈപ്പ് മാർജിൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ് മാർക്കിംഗ് ടു മാർക്കറ്റ്, അതായത് ഡെയിലി സെറ്റിൽമെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഡെയിലി സെറ്റിൽമെൻറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് പ്രൈസ് നമ്മൾ ഒരു ഫിക്സഡ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പീരീഡിൽ അല്ലെങ്കിൽ ഒരു 3 മന്തിനോ 6 മന്തിനോ ഒക്കെ നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ ഒരു ഫ്യൂച്ചർ പീരീഡിലേക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലെ പ്രാക്ടീസ് അതിൻ്റെ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രാക്ടീസസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ സെറ്റിൽമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. Only rarely the contract is settled on the expiration date. Generally it is settled on daily basis. അപൂർവ കേസുകളിൽ മാത്രമാണ് നമ്മൾ ആ ഫ്യൂച്ചർ ഡേറ്റിന് സെറ്റിൽ ചെയ്യുക. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഡെയിലി സെറ്റിൽ ചെയ്യും. ഇറ്റ് ഈസ് സെറ്റിൽഡ് ഡെയിലി ഓൺ സെറ്റിൽമെൻറ്റ് പ്രൈസ്. ദിസ് ഈസ് കോൾഡ് മാർക്കിംഗ് ടു മാർക്കറ്റ്. നമ്മൾ ഡെയിലി സെറ്റിൽ ചെയ്യുക. ഡെയിലി നമ്മൾ ഫ്യൂച്ചർ പ്രൈസ് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡെയിലി സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ മാർക്കിംഗ് ടു മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര രൂപ കൂടി എത്ര രൂപ കുറഞ്ഞു, അപ്പോൾ ആ ഓരോ ദിവസം നമ്മളത് സെറ്റിൽ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കാര്യമായിട്ട് വരില്ല. അപ്പോൾ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും അത് നമുക്കൊരു അഫോർഡബിൾ രീതിയിലായിരിക്കും വരിക. അതായത് ദ സിസ്റ്റം ഓഫ് ഡെയിലി സെറ്റിൽമെൻറ്റ് ഇൻ ദ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ഈസ് കാൾഡ് മാർക്കിംഗ് ടു മാർക്കറ്റ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇതുപോലെ ഡെയിലി സെറ്റിൽമെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കിംഗ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ദാറ്റ് ഒക്കേസ് ടു ട്രേഡേഴ്സ് ഡെയിലി ബേസിസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭവും നഷ്ടവും ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടും, ഡെയിലി ബേസിസിൽ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഷുഡ് ബി ഡെയിലി സെറ്റിൽ ആൻഡ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫിൽ. അപ്പോൾ നമ്മളൊരു 6 മാസത്തെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെങ്കിൽ 6 മാസം വരെ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഇരിക്കേണ്ട. നമുക്ക് ഡെയിലി അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും, ലോസ് ആണെങ്കിൽ ലോസ് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ദാറ്റ് ഈസ് ദ ബയർ ആൻഡ് സെല്ലർ, എക്സാം ദർ പ്രോഫിറ്റ് ഓർ സഫർ ദർ ലോസസ് ഓൺ ഡേ ടു ഡേ ബേസിസ് റാദർ ദാൻ ഓൾ അറ്റ് വൺസ് അറ്റ് മെച്യൂരിറ്റി ആസ് ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്. ഇപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ മെച്യൂരിറ്റി എത്തിയിട്ടാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഡെയിലി സെറ്റിൽ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 600 രൂപ പ്രൈസാണ് അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക്, അതായത് 6000. ഇനി അതിൽ പറയുന്നു, നമ്മൾ ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി നോക്കോളുക. പിന്നെ അതിൽ പറയുന്നത് സെക്കൻഡ് ഡേയിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ അങ്ങനെ വിചാരിച്ചാൽ ഒരു സാധനത്തിൻ്റെ വില 595 ആയി. അപ്പോൾ നമുക്ക് എത്ര വന്നു, 5 നഷ്ടം വന്നു അല്ലേ. അവിടെ 600-ന്ന് 5 രൂപ നഷ്ടം വന്നു. അപ്പോൾ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ പോലെ 100 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ 5 × 100 500 നമുക്ക് ലോസായി. അപ്പോൾ അവിടെ മാർജിൻ ബാലൻസ് 6000 എന്നുള്ളത് 5500 ആയി. ഓക്കെ. ഈ നെക്സ്റ്റ് മൂന്നാമത്തെ ദിവസം 603 ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ദിവസം അത് 603 ആയപ്പോൾ 595 603 ആയപ്പോൾ 8 കൂടി അല്ലേ. അപ്പോൾ 8 × 100 800 അപ്പോൾ നമുക്ക് 300 ക്യുമുലേറ്റീവ് 6300 മാർജിൻ ബാലൻസ്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് നമുക്ക് 596 596 ആയപ്പോൾ വീണ്ടും ലോസായി. അപ്പോൾ 603 596 ആകുമ്പോൾ -700 ആയി. അപ്പോൾ ആ ഒരു രീതിയിൽ അത് നോക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ലാസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഡെയിലി സെറ്റിൽമെൻറ്റ് നടത്തുന്നതിനെയാണ് മാർക്കിംഗ് ടു മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ആ എക്സാമ്പിൾ ടെക്സ്റ്റിലുണ്ട്, അതൊന്ന് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ്? അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതായത് സെക്യൂരിറ്റി പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് എക്കണോമിയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് വുഡ് ബൈ ന്യൂ സെക്യൂരിറ്റീസ് ദാറ്റ് ക്യാരി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പല ഔട്ട്സ്റ്റാൻഡിങ് സെക്യൂരിറ്റിയുടെ റിട്ടേൺ ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റിനെ ഫ്യൂച്ചറാക്കി ക്രിയേറ്റ് ചെയ്യുന്നു.
Interest rate risk is faced by organizations and individuals who invest in fixed income security as well as by organizations and individuals who borrow or lend money. ഇപ്പോൾ ഇത് കൂടുതലും ബാധിക്കുക ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ബൈ ചെയ്യുന്ന ആളുകൾക്കുമാണ് അല്ലേ. അതായത് അവരൊരു ഫിക്സഡ് എമൗണ്ട് ഇട്ടിട്ടുണ്ടാവും, ആ ഫിക്സഡ് എമൗണ്ട് ഇൻട്രസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ അൺസർട്ടനിറ്റി ഫൈനൽ വാല്യൂ ഉണ്ടാകുന്ന ആ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് റേറ്റ്സിൽ നമ്മൾ അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻ ഇൻവെസ്റ്റർ ഹാസ് പർച്ചേസ്ഡ് എ 10-year ബോണ്ട്, ദ ബോണ്ട് ഈസ് റിസ്ക്. 10 വർഷത്തിനൊരു ബോണ്ട് വാങ്ങുമ്പോൾ അത് റിസ്ക്കിയാണ്. സോ ഇൻവെസ്റ്റർ ഡസ് നോട്ട് നോ വാട്ട് ദിസ് ബോണ്ട് വിൽ ബി വർത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്, ഹോൾഡിംഗ് പീരീഡ്. ആ 10 വർഷം അതിന് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരുപാട് ചേഞ്ചുകൾ വരും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ എലിമിനേറ്റിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 2 കമ്പോണൻ്റാണുള്ളത്. ഒന്ന് റീ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് റിസ്ക് ആൻഡ് പ്രൈസ് റിസ്ക്. ഇനി എന്താണ് ഈ റീ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞത്? ദ റേറ്റ് അറ്റ് വിച്ച് കൂപ്പൺ പേയ്മെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പൽ പേയ്മെൻറ്റ്സ് റിസീവ്ഡ് ബിഫോർ ദ ഡിസൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ഡേറ്റ് വിൽ ബി റീഇൻവെസ്റ്റഡ് ഈസ് നോട്ട് ടുഡേ. അതായത് റീഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് നമ്മൾ കൂപ്പൺ പേയ്മെൻറ്റ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിസൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈമിന് മുന്നേ പേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്. പിന്നെ പറയുന്നത് പ്രൈസ് റിസ്ക്, അതായത് അൺനോൺ പ്രൈസ് അറ്റ് വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ടു ബി സോൾഡ് ഇഫ് ദ മെച്യൂരിറ്റി ഓഫ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മോർ ദാൻ ദ ഡിസൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മൾ വിചാരിച്ച ഡിസൈഡ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും മെച്യൂരിറ്റി എത്തുമ്പോൾ കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്കറിയില്ല. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 കമ്പോണൻ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. അത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് 1975 ചിക്കാഗോ മെർസൻ്റൽ എക്സ്ചേഞ്ചിലാണ്. അതുകൊണ്ട് സിൻസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ഓൺ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓൾ മേജർ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇൻ ദ വേൾഡ്. ഇപ്പം നമ്മൾ നിലവിൽ വേൾഡിൽ ഒരുവിധമുള്ള എല്ലാ മേജർ മാർക്കറ്റ്സിലും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ബീയിങ് ദ അണ്ടർലൈങ് അസറ്റ്. സോ ഒന്നുമില്ല, നമ്മുടെ അണ്ടർലൈങ് അസറ്റ് ഇവിടെ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ് മേ ബി ട്രഷറി ബില്ലായിരിക്കാം, നോട്ടായിരിക്കാം, ബോൺസ് ആയിരിക്കാം. ഓക്കെ, അത് നമ്മൾ ബയറിനെ അലോ ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? ലോക്ക് ഇൻ ടു ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്. ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Okay, then those who trade in interest rate futures do not usually take possession of the financial instruments. But at the expiration of the future contract, if interest rates are higher than the rate specified in the future contract, the buyer of the future contract will pay the seller the difference between the market interest rate and the interest rate specified in the contract. Okay, അതേപോലെ തന്നെ if interest rate decreases, the seller of the future contract will compensate the buyer for the lower interest rate. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം പൊസിഷനാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിൽ ഉള്ളത്. ഇനി അതിൻ്റെ അപ്ലിക്കേഷനാണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്നത്? അപ്ലിക്കേഷനിൽ വരുന്നത് ഫസ്റ്റ് വൺ പറയുന്നു ലോങ് ഹെഡ്ജ്. എന്താണ് ഈ ലോങ് ഹെഡ്ജ് എന്ന് പറയുന്നത്? ലോങ് ഹെഡ്ജ് എന്ന് പറയുന്നത് ഇപ്പോൾ ടി ബിൽസ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞ ട്രഷറി ബില്ലുകളുണ്ട്, അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ആർ യൂസ്ഡ് ടു ഹെഡ്ജ് ദ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. എ ലോങ് ഹെഡ്ജ് ഇൻവോൾവ്സ് ബൈയിങ് ഫ്യൂച്ചർ കോൺട്രാക്ട് അല്ലേ. അപ്പോൾ ലോങ് എന്ന് പറയുമ്പോൾ ബൈയിങ് ആണ്, നമ്മൾ വാങ്ങുകയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ. അതായത് അസ്യൂമിങ് എ ലോങ് പൊസിഷൻ ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ്. നമ്മൾ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഒരു ലോങ് പൊസിഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നതിനാണ് ലോങ് ഹെഡ്ജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് ഹെഡ്ജ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഫാളിങ് ഇൻട്രസ്റ്റ് റേറ്റ് ബൈ ഫിക്സിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന റിസ്കുകൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ലോങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഷോർട്ട് ഹെഡ്ജ്. ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഫീച്ചേഴ്സ്. ലോങ് ഹെഡ്ജ് ബൈയിങ് ആണെങ്കിൽ ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഫീച്ചേഴ്സ് കോൺട്രാക്റ്റാണ്. അതായത് ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ ദ എക്കണോമി ഗോ അപ്പ്, ഇഷ്യൂർ വിൽ പേ ദ ഇൻവെസ്റ്റേഴ്സ് മോർ ബട്ട് വിൽ കോമ്പൻസേറ്റഡ് ബൈ ടേക്കിംഗ് ഷോർട്ട് പൊസിഷൻ ഇൻ ദ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഈ പറഞ്ഞ പോലെ തന്നെ സെല്ലിംഗ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് എക്കണോമിക്കൽ ഗോ അപ്പ് അല്ലെ കൂടുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ലോങ് ഹെഡ്ജ്, ഷോർട്ട് ഹെഡ്ജ്. ദെൻ നെക്സ്റ്റ് പറയുന്നു കൺവേർട്ടിംഗ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ലോൺ ടു എ ഫിക്സഡ് റേറ്റ് ലോൺ.
ഒരു ഫിക്സഡ് റേറ്റ് ലോൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ആ ലോണിന് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? റേറ്റ് ബീങ് ചേഞ്ച്ഡ് അറ്റ് റെഗുലർ പ്രീ ഡിഫൈൻഡ് ഇൻ്റർവെൽസ് ഡ്യൂറിങ് ദ ലോങ് പീരീഡ്. ആ ലോങ് പീരീഡിൽ റെഗുലർ ചേഞ്ചുകൾ വരുത്തുക. വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ലൈക്ലി ടു ഇൻക്രീസ്, ഡിമാൻഡ് ഫ്രം ബോറോവേഴ്സ് ഫോർ ഫിക്സഡ് റേറ്റ് ലോൺസ് വിൽ ഇൻക്രീസ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ അതായത് കുറയുന്ന എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് ഫ്ലോട്ടിംഗ് റേറ്റ് ലോണാക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ ഫിക്സഡ് ആകുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. ദെൻ കൺവേർട്ടിങ് എ ഫിക്സഡ് റേറ്റ് ലോൺ ടു ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ. അപ്പോൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഫ്ലോട്ടിങ്ങിനെ ഫിക്സഡ് ആക്കി മാറ്റുന്നു, ഫിക്സഡിനെ ഫ്ലോട്ടിംഗ് ആക്കി മാറ്റുക. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. Then extending the maturity of a security. Interest rate features can be used to extend the maturity of a debt market security. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഡെറ്റ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സെക്യൂരിറ്റികളുടെ മെച്യൂരിറ്റി പീരീഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദാൻ നെക്സ്റ്റ് ഷോർട്ടനിങ് ദ മെച്യൂരിറ്റി ഓഫ് എ സെക്യൂരിറ്റി, നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ. ദെൻ ഹെഡ്ജിങ് എ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ. ഇതിൽ ഏറെ എഴുതിയിട്ടുള്ളൂ പേപ്പർ എന്നാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. 6ാമത്തെ പോയിന്റിൽ ഹെഡ്ജിങ് എ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ എന്നാണ് കേട്ടോ. വെൻ എ ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ്, ദ ഇഷ്യൂവർ ക്യാൻ ഹെഡ്ജ് ദ ഫ്യൂച്ചർ CP ഇഷ്യൂ ബൈ ടേക്കിംഗ് എ ഷോർട്ട് പൊസിഷൻ ഇൻ ട്രഷറി ബിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. ഇവിടെ പറയുന്നത് ഒരു കൊമേഴ്സ്യൽ പേപ്പറിന് നമ്മൾ എന്താക്കി വെക്കുന്നു, അതാണ് CP എന്നാണ്. കൊമേഴ്സ്യൽ പേപ്പറിന് നമ്മൾ ഒരു അണ്ടർലൈൻ അസറ്റായിട്ട് വെക്കുന്നു. ദ ലാസ്റ്റ് ഹെഡ്ജിങ് ബോണ്ട് പോർട്ട്ഫോളിയോ വിത്ത് T ബോണ്ട് ഫീച്ചേഴ്സ്. ഇപ്പോൾ ഫിക്സഡ് ഇൻകം പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ട്രഷറി ബില്ലുകൾ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദാറ്റ് പോർട്ട്ഫോളിയോസ് അഗേൻസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിനെതിരായിട്ട് നമുക്ക് പല രീതിയിലുള്ള പോർട്ട്ഫോളിയോ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ വെക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ് ഇൻ ഇന്ത്യ, അതൊക്കെ നിങ്ങൾ സാവധാനം വായിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് കറൻസി ഫീച്ചേഴ്സ്. കറൻസി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വെൻ ഫീച്ചേഴ്സ് ആർ റിട്ടേൺ ഓൺ എ കറൻസി ദി ഫീച്ചേഴ്സ് ആർ കോൾഡ് കറൻസി. ഇപ്പോൾ ഒരു കറൻസിയുടെ ബേസിലാണ് നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്ട് ചെയ്തതെങ്കിൽ അതിനെ കറൻസി ഫീച്ചേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ കറൻസി ഫീച്ചേഴ്സ്, ഇൻ ദ കേസ് ഓഫ് കറൻസി ഫീച്ചേഴ്സ് മാർക്ക് ദ അണ്ടർലൈങ് അസറ്റ് ഈസ് ഫോറിൻ കറൻസി. എപ്പോഴും കറൻസി ആയിരിക്കും അതിൻ്റെ അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുന്നത്. ദർ ആർ കോമൺലി യൂസ്ഡ് ബൈ MNCs ടു ഹാഡ്ജ് ദയർ ഫോറിൻ കറൻസി പൊസിഷൻ. കൂടുതലും MNCകളാണ് അവരുടെ ഫോറിൻ കറൻസികൾ ഇതുപോലെ ഹെഡ്ജ് ചെയ്തിട്ട് റിസ്ക് എടുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സൈസ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ദ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൻ്റെ സൈസ്, മെച്യൂരിറ്റി. അതായത് കറൻസി ഫീച്ചേഴ്സ് ഇൻവോൾവ്സ് ട്രേഡിംഗ് ഓഫ് എൻ അണ്ടർലൈൻ കറൻസി അറ്റ് സ്പെസിഫൈഡ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഫോർ എ ഫിക്സഡ് മെച്യൂരിറ്റി. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെസിഫൈഡ് എമൗണ്ടിൽ മെച്യൂരിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുക കറൻസിയാണ് ഇവിടെ അണ്ടർലൈൻ അസറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സൈസ്, അതിൻ്റെ മെച്യൂരിറ്റി. പിന്നെ നെക്സ്റ്റ് പറയുന്നു യൂസ് ഓഫ് പിറ്റ്സ്. A forward is finalized on the telephone, etc. In case of currency futures, broker strikes the deal sitting face to face under a trading roof known as PITS. ശ്രദ്ധിക്കുക, സാധാരണ ഫോർവേഡൊക്കെ ആണെങ്കിൽ, ഫോർവേഡ് കോൺട്രാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടെലിഫോണിലൂടെ പറയാൻ പറ്റും. പക്ഷേ കറൻസി ഫീച്ചേഴ്സ് ആകുമ്പോൾ ബ്രോക്കേഴ്സും കസ്റ്റമേഴ്സും ആരാണെങ്കിലും സ്ട്രൈക്ക് ദ ഡീൽസ് സിറ്റിംഗ് ഫേസ് ടു ഫേസ്, മുഖാമുഖം ഇരുന്നിട്ടാണ്. എങ്ങനെ? അണ്ടർ എ ട്രേഡിംഗ് റൂഫ് നോൺ ആസ് പിറ്റ്സ്. പിറ്റ്സ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് റൂഫിൻ്റെ അണ്ടറിൽ ഇരുന്നിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ദ ബ്രോക്കേഴ്സ് ക്യാൻ ട്രേഡ് ഫോർ ദംസെൽസ് ആസ് വെൽ ആസ് ഓൺ ബിഹാഫ് ഓഫ് ദയർ കസ്റ്റമേഴ്സ്. ദ നെക്സ്റ്റ് പറയുന്നു ട്രാൻസാക്ഷൻ ത്രൂ ക്ലിയറിംഗ് ഹൗസ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളും അതിൻ്റെ ട്രാൻസാക്ഷൻസ് നമ്മളൊരു ക്ലിയറിംഗ് ഹൗസിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ അതുപോലെ തന്നെ വരുന്ന പിറ്റ്സിലൂടെ. ഓക്കെ. ഇനി ഇതിൽ പറയുന്നത് എവരി ഡീല് ദ ക്ലിയറിംഗ് ഹൗസസ് ഇൻവോൾവ് ആസ് എ പാർട്ടി, ദാറ്റ് ഈസ് കൗണ്ടർ പാർട്ടി. സപ്പോസ് എക്സും വൈ ആണ് ട്രേഡേഴ്സ് എങ്കിൽ എക്സ് ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്യുന്നു, വൈ ആ ഡീല് ക്ലിയറിംഗ് ഹൗസിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് എ ബയർ ഓഫ് ദ കറൻസി ഷാളൊക്കെ ലോങ്, അല്ലേ? ബയർ ആകുമ്പോൾ എപ്പോഴും ലോങ് പൊസിഷനും സെല്ലർ ആകുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഷോർട്ട് പൊസിഷനായിരിക്കും. ദ ഒബ്ലിഗേഷൻ ഓഫ് ദ ബയർ ആൻഡ് ദ സെല്ലർ ഡസ് നോട്ട് ലൈ വിത്ത് ഈച്ച് അതർ ബട്ട് വിത്ത് എ ക്ലിയറിംഗ് ഹൗസ്. If a buyer of currency futures like a close his position before the settlement date itself identical features. ഇപ്പോൾ ഒരു വാങ്ങുന്നയാൾ ശ്രദ്ധിക്കുക, ഇഫ് എ ബയർ ഓഫ് എ കറൻസി ഫീച്ചേഴ്സ്, കറൻസി ഫീച്ചർ വാങ്ങുന്നയാൾ അയാൾ ലൈക്സ് ടു ഡിസ്ക്ലോസ് ഇറ്റ്സ് പൊസിഷൻ, ആ ഒരു പൊസിഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ബിഫോർ ദ സെറ്റിൽമെൻറ്റ് ഡേറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഐഡൻറ്റിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയും.
The difference between the price of purchasing futures and the price of selling futures will be determine the gain or loss of the property. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ സെല്ലർ ഓഫ് എ ഫ്യൂച്ചർ ക്ലോസസ് ഇറ്റ്സ് പൊസിഷൻ ബൈ പർച്ചേസിങ് ആൻ ഐഡൻറ്റിക്കൽ ഫ്യൂച്ചേഴ്സ് നോൺ ആസ് റിവേഴ്സ് ട്രേഡിംഗ്. ഒരു സെല്ലർ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പൊസിഷൻ ബൈ പർച്ചേസിങ് ഒരു ഐഡൻറ്റിക്കൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? റിവേഴ്സ് ട്രേഡിംഗ് എന്ന് പറയും. പിന്നെ വരുന്ന ഫീച്ചറാണ് നമുക്കറിയാം മാർജിൻ മണി. സർട്ടൻ പെർസെൻറ്റേജ് ഒരു ഇനീഷ്യൽ മാർജിൻ നമ്മളവിടെ പേ ചെയ്യേണ്ടി വരും. ആൻഡ് അതർ ഇസ് ദ മെയിൻ്റനൻസ് മാർജിൻ. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് നമുക്കറിയുന്നതാണ് മാർക്കിംഗ് ടു ദ മാർക്കറ്റ്. ഇൻ കേസ് ഓഫ് ഫീച്ചേഴ്സ് ദ റേറ്റ്സ് ആർ മാച്ച് എവറി ഡേ വിത്ത് ദ മൂവ്മെൻറ്റ്സ് ഓൺ സ്പോട്ട് റേറ്റ്. സ്പോട്ട് റേറ്റിനനുസരിച്ച് എല്ലാ ദിവസവും നമ്മളതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ. മോഡ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഹാസ് ടു എൻറ്റർ when a trader has to enter a currency future contract, he informs his agent who in turn inform the commission broker at the future. പല രീതിയിലുള്ള ട്രേഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷൻ ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മളോട് പറയുക. അതായത് കമ്മീഷൻ വേണ്ടോ ബ്രോക്കറിന് ഫ്യൂച്ചർ റേറ്റിൽ കമ്മീഷൻ ഉണ്ടോ. ദ കമ്മീഷൻ ബ്രോക്കർ എക്സിക്യൂട്ട്സ് ദ ഡീൽ ഇൻ ദ പിറ്റ് ഫോർ എ കമ്മീഷൻ. ആഫ്റ്റർ ദ ഡീൽ ഇസ് എക്സിക്യൂട്ടഡ് ദ കമ്മീഷൻ ബ്രോക്കർ കൺഫേംസ് ദ ട്രേഡ് വിത്ത് ദ ഏജൻറ്റ് ഓഫ് ദ ട്രേഡ് and the agent furnishes details to the trade about the transaction and futures price. ഫ്യൂച്ചർ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെയിലി ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോഡ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നു കോസ്റ്റ്സ് ഇൻ ഫ്യൂച്ചേഴ്സ് ഡീൽ. സർട്ടൻ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് ദ ട്രാൻസാക്ഷൻ ഇൻ ദ മാർക്കറ്റ് ഫോർ കറൻസി ഫീച്ചേഴ്സ്. കറൻസി ഫീച്ചേഴ്സിൽ പല രീതിയിലുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബ്രോക്കറേജ് കമ്മീഷൻ, അതുപോലെ തന്നെ കമ്മീഷൻ ബ്രോക്കേഴ്സ്, അതുപോലെ ഫ്ലോർ ട്രേഡിംഗ് ആൻഡ് ക്ലിയറിംഗ് ഫീ, അതുപോലെ തന്നെ ക്ലിയറിംഗ് ഹൗസുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ വിൽ ബി ഇൻക്ലൂഡ് ദാറ്റ് ഈസ് ഡെലിവറി കോസ്റ്റ്. അങ്ങനെ പല രീതിയിലുള്ള കോസ്റ്റുകളും നമുക്ക് എവിടെ സംഭവിക്കുന്നുണ്ട്? ഈ ഒരു കറൻസി ഫീച്ചേഴ്സിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കറൻസി ഫീച്ചേഴ്സ്? അതിൻ്റെ മീനിങ് എന്താണ്? ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സൈസ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ദ കോൺട്രാക്റ്റ് ആൻഡ് യൂസ് ഓഫ് പിറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ത്രൂ എ ക്ലിയറിംഗ് ഹൗസ്, മാർജിൻ മണി, മാർക്കിംഗ് ടു ദ മാർക്കറ്റ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് കോസ്റ്റ് ഇൻ ഫ്യൂച്ചർ ഡീൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം എന്തൊക്കെയാണോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, റെഫർ ചെയ്ത് വായിക്കുക, എന്നാലും തന്നെ മനസ്സിലാവുള്ളൂ. കുറച്ച് ടഫുള്ള കാര്യങ്ങളാണ്, കുറേ പ്രാവശ്യം വായിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് പറയുന്നതാണ് മാർക്കിംഗ് ടു മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി സെറ്റിൽമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർക്കിംഗ് ടു മാർക്കറ്റ്സ് എന്ന് പറയുക. അതിൽ നമ്മളൊരു എക്സാമ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ്. ഇവിടെ അണ്ടർലൈങ് അസറ്റ് ഇൻട്രസ്റ്റ് റേറ്റാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രഷറി ബില്ലാണ്, നോട്ടാണ്, ബോണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസിൽ വരുന്നത് ലോങ് ഹെഡ്ജ്, ഷോർട്ട് ഹെഡ്ജ്, കൺവേർട്ടിംഗ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ലോൺ ടു ഫിക്സഡ് റേറ്റ് ലോൺ. അല്ലേ, ഫ്ലോട്ടിംഗ് റേറ്റിന് നമുക്കൊരു ഫിക്സഡ് റേറ്റ് ലോണാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കൺവേർട്ടിങ് എ ഫിക്സഡ് റേറ്റ് ലോൺ ടു ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ. ഫിക്സഡ് റേറ്റിന് നമുക്കൊരു ഫ്ലോട്ടിംഗ് റേറ്റ് തിരിച്ചു ആക്കാൻ പറ്റും. പിന്നെ മെച്യൂരിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും, കുറയ്ക്കാനും പറ്റും. അതുപോലെ കൊമേഴ്സ്യൽ ഹെഡ്ജ്, ഒരു കൊമേഴ്സ്യൽ പേപ്പറിനെ നമുക്ക് ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഹെഡ്ജിങ് എ ബോണ്ട് പോർട്ട്ഫോളിയോ വിത്ത് ട്രഷറി ബോണ്ട് ഫ്യൂച്ചർ. പിന്നെ എന്താണ് കറൻസി ഫീച്ചർ എന്ന് പറഞ്ഞു, അതിൻ്റെ മീനിങ് പറഞ്ഞു. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സൈസ് ആൻഡ് മെച്യൂരിറ്റി, പിന്നെ യൂസ് ഓഫ് പിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഒന്നുകൂടി പറയുകയാണ്, ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മൾ ഫോണിലൂടെ ചെയ്യും സെറ്റിൽമെൻറ്റൊക്കെ. പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ കറൻസി ഫ്യൂച്ചറിൽ ഡെയിലി സെറ്റിൽമെൻറ്റ് നടത്തുന്ന ഫേസ് ടു ഫേസ് ആണ് ഒരു ട്രേഡിംഗ് ഗ്രൂപ്പിൻ്റെ കീഴിലിരുന്നിട്ട്. അതിനെയാണ് നമ്മൾ പിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ക്ലിയറിംഗ് ഹൗസിൻ്റെ കീഴിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുക. പിന്നെ ഇനീഷ്യൽ മാർജിൻ, 3 രീതിയിലുള്ള മാർജിൻ അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ മാർക്കിംഗ് ടു ദ മാർക്കറ്റ്, പിന്നെ ഏത് മോഡ് ഓഫ് ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ ഡീൽ നടക്കുമ്പോൾ വരുന്ന കുറച്ച് കോസ്റ്റുകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ബ്രോക്കറേജ് കമ്മീഷൻ വരും, പിന്നെ അതുപോലെ തന്നെ
ട്രേഡിംഗ് ആൻഡ് ക്ലിയറിംഗ് ഫീ വരും, പിന്നെ ഡെലിവറി കോസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വായിക്കാം, ബുക്കുകൾ റെഫർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.